നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകളൊന്ന് നോക്കാം. ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ബിന്താങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ബഹുമതി സമ്മാനിച്ചതായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അറിയിച്ചു. ഇന്തോനേഷ്യൻ റിപ്പബ്ലിക്കിന്റെ ഐക്യം, സമൃദ്ധി തുടങ്ങിയ സേവനങ്ങൾ നൽകിയ വ്യക്തികൾക്ക് ആദരസൂചകമായാണ് പരമോന്നത പുരസ്കാരമായ ബിന്താങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ സമ്മാനിക്കുന്നത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. പട്ടായയുടെ പരമോന്നത പുരസ്കാരം മസാജോ പപ്പുവ എല്ലാ വർഷവും വാങ്ങുന്ന എന്നോടാണോ എന്ന് പപ്പു. അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല, ഞാനങ്ങനെ വിചാരിച്ചു പോയി. തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്ന 2 വിവാദ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീർ പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം തിങ്കളാഴ്ച ജമ്മുവിലെയും നോയിഡയിലെയും നിരവധി സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ചാന്ദി ഹെമ്മത്തിലെ സമഗ്ര ശിക്ഷയുടെ ആസ്ഥാനം ഒരു ഇന്റലിജൻസ് സംഘം റെയ്ഡ് ചെയ്യുകയും ഡയറക്ടറെയും മറ്റ് ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യുകയും ചെയ്തു. മറ്റൊരു ഇന്റലിജൻസ് സംഘം നോയിഡയിലെ ഒരു പ്രസാധകന്റെ ഓഫീസിലും റെയ്ഡ് നടത്തി. അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ റെയ്ഡുകൾ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്ന പ്രസ് ഏതെന്ന വാർത്ത PSC പരീക്ഷയ്ക്കായി അന്വേഷിക്കുന്നവർ വാർത്ത പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. തോട്ടിൽ മാലിന്യം നിക്ഷേപിച്ച സംഘത്തെ തടയാൻ ശ്രമിച്ച കോർപ്പറേഷൻ ജീവനക്കാരനെ ഓട്ടോറിക്ഷ ഇടിപ്പിച്ചു. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിലാണ് സംഭവം. സെൻട്രൽ തിയേറ്ററിന് മുന്നിൽ ഇന്ന് പുലർച്ചെ 4-നാണ് സുരേഷിനെ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ സുരേഷ് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമ സംഘത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് സുരേഷിനെ സന്ദർശിച്ച ശേഷം മേയർ VV രാജേഷ് പറഞ്ഞു. ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് പണ്ട് നിയമസഭയിൽ ക്യാമറ ഡാൻസ് കളിച്ച ഇപ്പോൾ ഒരു പണിയുമില്ലാത്ത വീട്ടിലിരിക്കുന്ന താടിയുള്ള ഒരു കുട്ടിയാണോ എന്ന് സംശയം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയും CITU ഓട്ടോ ടാക്സി യൂണിറ്റ് പ്രസിഡന്റുമായ ശ്യാംരാജിന്റെ കാർ അറ്റകുറ്റപ്പണിക്കായി ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ശ്യാംരാജിന് സഹായം നൽകുമെന്ന CPMന്റെ പ്രഖ്യാപനം നടപ്പാക്കാതിരുന്നതിനെ തുടർന്നാണ് ED നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത്. അല്ലെങ്കിലും ED തങ്ങളുടെ വർഗശത്രുവാണെന്ന് പോളിറ്റ് ബ്യൂറോ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഉത്തര കൊറിയയിലെ ഇന്ത്യയുടെ അടുത്ത അംബാസഡറായി സഞ്ജീവ് ജെയിനിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു. നിലവിൽ റിപ്പബ്ലിക് ഓഫ് കാബോ വെർഡയിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിക്കുകയാണ് സഞ്ജീവ് ജെയിൻ. അദ്ദേഹം ഉടൻ തന്നെ തന്റെ പുതിയ നിയമനം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. കാബോ വെർഡെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവിടേക്കുള്ള ഇന്ത്യയുടെ ആദ്യ അംബാസഡറായിരുന്നു സഞ്ജീവ് ജെയിൻ. പാകിസ്ഥാൻ ഉടനെ തന്നെ മലപ്പുറത്തേക്കുള്ള പുതിയ അംബാസഡറെ നിയമിക്കും. ഖലിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അംഗീകരിച്ചു. ന്യൂസിലൻഡിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നുവെന്നും എന്നാൽ അക്രമത്തെ ശക്തമായി നേരിടുമെന്നും തിങ്കളാഴ്ച അദ്ദേഹം പ്രസ്താവിച്ചു. കുറ്റകൃത്യങ്ങൾ സർക്കാർ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുമ്പാണ് ലക്സന്റെ പരാമർശങ്ങൾ. ജൂലൈ 6 മുതൽ മോദി വിദേശ പര്യടനത്തിലാണ്. ജൂലൈ 11 അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. ഖാലിസ്ഥാനികളുടെ ആശങ്ക കെജ്രിവാളും MA ബേബി സഖാവും പരസ്പരം പങ്കുവച്ചു. നിർത്തണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള തക്കമുണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു, സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള ലക്ഷ്യം എല്ലാവരെയും ഭയപ്പെടുത്തുക. പൊതുമേഖലാ സ്ഥാപനമായ തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സിൽ ജവാൻ റം ഉൽപാദനം ഇടയ്ക്കിടെ നിർത്തിവെക്കുന്നത് ആരെ സഹായിക്കാനാണെന്നും എന്തിനു വേണ്ടിയാണെന്നും കണ്ടെത്താൻ വിപുലമായ അന്വേഷണത്തിൽ സർക്കാർ. നികുതി, എക്സൈസ് വകുപ്പുകളിലെ 4 ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. നികുതി സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ തുടർന്നാണ് ഉന്നതതല സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം. മദ്യനിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്ന നടപടികളും അന്വേഷണ പരിധിയിലുണ്ട്. ജോലിക്കാർ 2 അടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഇക്കണക്കിന് ജവാൻ മിക്കവാറും മണവാട്ടിയാകും. ഞാനിവിടെ ഉണ്ടേ. നമസ്കാരം. ചാക്കോ വധക്കേസ് പ്രതി സുകുമാരക്കുറുപ്പിന്റെ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. രഹസ്യാന്വേഷണത്തിനാണ് നീക്കം. വർഷങ്ങളായി മരവിച്ച നിലയിലായിരുന്ന കേസാണ് വീണ്ടും പുനഃപരിശോധിക്കുന്നത്.
ക്രൈംബ്രാഞ്ചിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചതും ചർച്ചകൾ നടത്തിയതെന്നുമാണ് റിപ്പോർട്ടുകൾ. 42 വർഷം നീണ്ട ദുരൂഹതയുടെ ചുരുളഴിക്കാൻ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് പുനഃപരിശോധിക്കുന്നത്. താമസിയാതെ തന്നെ ദൃശ്യം ജോർജ് കുട്ടിയുടെ കേസ്, കട്ടപ്പ സത്യത്തിൽ ബാഹുബലിയെ തട്ടിയതെന്തിന് എന്ന കേസ്, ഇവയുടെ ഫയലുകളൊക്കെ ക്രൈംബ്രാഞ്ച് തുറക്കും. ജൂനിയർ NTRും സംവിധായകൻ ത്രിവിക്രമും ഒന്നിക്കുന്ന പുതിയ ചിത്രം പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഭഗവാൻ മുരുകൻ ജനിച്ചത് ഉത്തരേന്ത്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററാണ് വിവാദമായി മാറിയിരിക്കുന്നത്. സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തമിഴ്നാടിന്റെ വിശ്വാസ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ പറഞ്ഞു. മുരുകപുരാണവുമായും വേലുമായും ബന്ധപ്പെട്ടതാണ് സിനിമയെന്ന സൂചന പോസ്റ്ററിലുണ്ട്. വടക്ക് ജനിച്ചു, തെക്ക് ആരാധിക്കപ്പെട്ട് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെതാകാൻ പോകുന്നു എന്നാണ് പോസ്റ്റർ പങ്കുവെച്ച് അണിയറ പ്രവർത്തകർ ക്യാപ്ഷൻ കുറിച്ചത്. ശിവപാർവതി പുത്രനായ മുരുകൻ ജനിച്ചത് ഡിണ്ടിഗൽ സർക്കാർ ആശുപത്രിയിലാണെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഹിസ്റ്റോറിയൻ ശിവലപ്പേരി പാണ്ഡി പറയുന്നു. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല, ശിവനാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പോർച്ചുഗൽ പുറത്തതിന് പിന്നാലെ കണ്ണീരോടെയാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളമിട്ടത്. തന്റെ കരിയറിലെ അവസാന ലോകകപ്പാണിതെന്ന് താരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും പെട്ടെന്നൊരു വിരമിക്കൽ പ്രഖ്യാപനത്തിന് 41-കാരനായ ഇതിഹാസ താരം തയ്യാറായിട്ടില്ല. മത്സരശേഷം കരിയറിനെക്കുറിച്ചും ഭാവി തീരുമാനങ്ങളെക്കുറിച്ചും വികാരാധീനനായി സംസാരിച്ച റൊണാൾഡോ പോർച്ചുഗൽ ഫുട്ബോളിൽ തന്റെ സാന്നിധ്യം എത്രത്തോളം നിർണായകമായിരുന്നുവെന്ന് അടിവരയിട്ട് പറഞ്ഞു. വൃത്തിയായി പാസ് റിസീവ് ചെയ്യാൻ കഴിവും മെനയുമുള്ള വേറെ ഒരുത്തിനെങ്കിലും കൂടെയുള്ള ടീമുമായി റൊണാൾഡോ ആശാൻ അടുത്ത കാവിലെ പാട്ടുമത്സരത്തിന് വീണ്ടും വരും. കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.